ഇനിയും ഒന്നും ചെയ്യാനില്ല എന്നു കരുതി വെറുതെ വീട്ടിലിരിക്കുന്ന വാർദ്ധക്യം ബാധിച്ചവർക്ക് മുന്നിൽ സ്വയം തൊഴിലിലൂടെ ജീവിതം സുന്ദരമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചോറ്റാനിക്കര സ്വദേശിനിയായ സുന്ദരി അമ്മാൾ. ജീവിത സായാഹ്നങ്ങളിൽ ടെലിവിഷൻ കണ്ടും ഭക്തിമാർഗത്തിൽ സഞ്ചരിച്ചും പേരക്കുട്ടികളെ നോക്കിയും സമയം ചെലവഴിക്കുന്നവർക്ക് അപവാദമാകുകയാണ് ഈ 75കാരി. ഭർത്താവിൻ്റെ മരണശേഷം മനസ്സിൽ സങ്കടക്കടൽ ഇരമ്പിയ കാലത്ത് അത് മറയ്ക്കാനായി ആരംഭിച്ച അച്ചാറും മറ്റു സാധനങ്ങളുടെ നിർമ്മാണമെന്ന് സുന്ദരി അമ്മാൾ പറയുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര മനപ്രയാസം വന്നപ്പോഴത്തേക്കും ഇത് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറ്റാനിക്കര പഞ്ചായത്തിലുള്ള ചെയർപേഴ്സൺ ആണ് ഇതിനെല്ലാം കാരണം. ഒരു രാധിക എന്ന് പറയും. ആ ചെയർപേഴ്സണാണ് എന്നെ കൊണ്ട് ആദ്യമേ തന്നെ പുളിയിഞ്ചി ഉണ്ടാക്കിച്ചു, സാമ്പാർ പൊടി ഉണ്ടാക്കിച്ചു, ഓരോരുത്തർക്കും കൊണ്ടേ കൊടുത്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ചേച്ചി ഇതൊക്കെ തുടങ്ങും ചേച്ചി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് തുടങ്ങിച്ചു. അങ്ങനെ തുടങ്ങി ആദ്യം വെറുതെ കവറിലാണ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ പുരോഗമിച്ച് പിന്നെ മക്കളൊക്കെ സഹകരിച്ച് എല്ലാം നല്ല രീതിയിൽ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. സ്ക്വാഷ് ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാം പാക്കറ്റുകളും നല്ല വൃത്തിയായിട്ട് പാക്കിങ്ങും എല്ലാം ചെയ്തു തുടങ്ങി. ഇപ്പം എനിക്ക് 75 വയസ്സുണ്ട്. എല്ലാം മിക്ക ഐറ്റങ്ങളും ഉണ്ടാക്കാൻ അറിയാം. നേരെ ഇല്ലാത്തൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടാക്കിയിരിക്കണ സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ചാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കായ് വറക്കണുണ്ട്. മോൻ്റെ സഹായം കൂടി ഉണ്ട് കേട്ടോ. മെഷീനൊക്കെ എനിക്കൊരു സഹായം സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കായ് അരിയണ മെഷീൻ ഒക്കെ കൃഷിഭവനിലെ മേഡം എനിക്ക് അത് അനുവദിച്ച് തന്നിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ ഒരുപാട് പൈസയൊക്കെ സഹായങ്ങൾ തന്നിട്ടുണ്ട്. ഓരോന്ന് മറ്റേ സീലിംഗ് മെഷീൻ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വലിയ ഉരുളിയൊക്കെ മേടിക്കാനുള്ള പൈസകളൊക്കെ എനിക്ക് സബ്സിഡി ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സഹായത്താൽ അത് ചക്കപ്പഴം നമ്മൾ വരട്ടും. നമ്മൾ ശർക്കര ഇട്ട് വരട്ടിയിട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ടാണ് ഈ അരിമാവിൽ ഇട്ട് നെയ്യൊക്കെ ചേർത്താണ് ഇതൊക്കെ ഉണ്ടാക്കണത്. പിന്നെ അതിൽ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിടും. അങ്ങനെ ഉണ്ടാക്കും. കഴിച്ചു. ഉണ്ണിയപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലർക്ക് ഉള്ളവർ അത് മേടിക്കൂല, ഇല്ലാത്തവർക്ക് അതിനെപ്പറ്റി ഭയങ്കര ഒരു ഇത്. വരിക്ക. ഇപ്പൊ നമ്മള് അധികം ചക്കയൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മതി. ഒരു 5-6 ചോളം മതിയാവും ഉണ്ടാക്കാനായിട്ട്. ഒരു 10 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ ഒരു 5-6 ചോളം മതിയാവും. അത് നല്ല ഇപ്പൊ ഈ എന്താണ് ഒരു പേരുണ്ടല്ലോ, ചെറിയ തയ്യിലുണ്ടാകണം. നമ്മള് ചെറുത് വാങ്ങിച്ച് നട്ടതാ, എപ്പോഴും ഉണ്ടാകും കായ്. അതിപ്പോ ചക്ക പഴുത്തു. മക്കളും ചോറ്റാനിക്കര പഞ്ചായത്തിലെ ചെയർപേഴ്സൺ രാധികയും പ്രോത്സാഹിപ്പിച്ചപ്പോൾ അച്ചാറുകളും സ്ക്വാഷുകളും പുതിയ പരീക്ഷണം ചക്ക ഉണ്ണിയപ്പം നിർമ്മാണം എന്നിവയിൽ എത്തി. എന്നാൽ ഇപ്പോൾ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ സരസ് പ്രദർശന വിപണനമേളയിൽ കച്ചവടക്കാരിയായി സുന്ദരി അമ്മാളുണ്ട്. എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ അറിയാമെന്നും സമയം ഇല്ലാത്തതുകൊണ്ട് ചിലതൊക്കെ ഉപേക്ഷിക്കുന്നുവെന്നും ഇവർ പറയുന്നു. ഇവിടെ വരുന്നവർക്ക് ചക്ക ഉണ്ണിയപ്പം, ഉപ്പേരി എന്നിവ രുചിച്ച് അറിഞ്ഞു വാങ്ങി തിരികെ പോകാൻ കഴിയുന്നു എന്ന പ്രത്യേകതയും സുന്ദരി അമ്മാളിൻ്റെ വിപണന കേന്ദ്രത്തിനുണ്ട്.
ചാനൽ 91.